ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമ്മുടെ നാഷണൽ മീഡിയ ഒപ്പിയെടുത്ത് എക്സ്ക്ലൂസീവ് ന്യൂസായിട്ട് പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത. നമ്മുടെ കേരളത്തിലെ പാലക്കാട് തൃത്താല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഒരു മസ്ജിദിൽ ഒരു ഉറൂസ് നടന്നു. ആ ഉറൂസിൽ വളരെ പ്രധാനപ്പെട്ട ചില തീവ്രവാദികളുടെ ഫോട്ടോസ് നമ്മുടെ ഈ ആനപ്പുറത്ത് കയറി അവരിങ്ങനെ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വാർത്ത നാഷണൽ മീഡിയയിൽ വന്നത്. പക്ഷെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ലെന്നാണ് ഈ പരമതെണ്ടി പറയുന്നത്. നിങ്ങൾക്കറിയാലോ അല്ലെ, ആളെ മനസ്സിലായല്ലോ. ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു ഒന്നാം തരം ഫ്രോഡ് നായ. കാരണം ഇവൻ കുറെ കാലമായിട്ട് ഇരുന്നുകൊണ്ട് ഇസ്ലാമിനെ അങ്ങ് ചൊറിയ. ഞാനപ്പോ ഈ ഇസ്മായിൽ ഹനിയയെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അതുപോലുള്ള ചില നേതാക്കന്മാർ, പലസ്തീനിലെ പോരാളികളുടെ നേതാക്കന്മാരുടെ ഫോട്ടോ ഈ പറയുന്ന പാലക്കാട് ഇത് പ്രദർശിപ്പിച്ചു. അത് വലിയ രാജ്യദ്രോഹ കുറ്റമാണ് എന്നാണ് ഈ നാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു. അതായത് ഇന്ത്യയിലെ നിരോധിക്കപ്പെട്ടിട്ടുള്ള തീവ്ര സംഘടനകൾ, വേൾഡിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനകൾ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ലിസ്റ്റിൽ വന്നിട്ടുള്ള സംഘടനകളുടെയൊക്കെ പേര് ഇങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ നോക്കുമ്പോൾ അവിടെ എങ്ങും നമ്മുടെ ഈ പറയപ്പെടുന്ന ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പേരോ അതിൻ്റെ നേതാക്കന്മാരുടെ പേരോ ഇല്ല എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇതിനകത്ത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നിയത്, ഇന്ത്യയിൽ തന്നെ ഒരുപാട് ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ അതുപോലുള്ള കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ സംഘടനകൾ, കേരളത്തിലെ NDF പോലുള്ള സംഘടന, ഇവരൊക്കെ ഭീകര സംഘടനാ ലിസ്റ്റിലാണ് പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ അംഗീകരിച്ചു, അവരെല്ലാം ഭീകര സംഘടനകൾ തന്നെ. പക്ഷേ നമ്മുടെ രാജ്യത്ത് മറ്റു ചില ഭീകര സംഘടനകളുണ്ടല്ലോ, കാസ കൂസ, അതുപോലെ തന്നെ RSS, ബജരംഗദള്, മറ്റേത് മറിച്ച്. കാരണം മനുഷ്യനെ കൊല്ലുന്ന ആരാണെങ്കിലും അവരൊക്കെ തീവ്ര സംഘടനകൾ തന്നെയാണ്. അപ്പൊ അവരെ ഒന്നും ഈ പറയപ്പെടുന്ന ലിസ്റ്റിനകത്തൊന്നും പെടുത്തിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പലസ്തീന്റെ പോരാളികൾ അല്ലെങ്കിൽ പലസ്തീന്റെ നേതാക്കന്മാരുടെ ഫോട്ടോ ഇങ്ങനെ പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില വേട്ടാവളിയന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ഒരു കടി? കാരണം ഇവന് ഒരു ഒന്നാന്തര കടിയാണ്, ഇവനൊരു മാനസിക രോഗിയാണ്. ഒരു വിഭ്രാന്തി, ഇവന്റെ ആ ഒരു വാർത്ത ചെയ്യുമ്പോൾ ഇവന്റെ ആ ഒരു വിഭ്രാന്തിയും ആ ഒരു ഇളക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്താ പറയാ അല്ലെ, ജനിപ്പിച്ച തന്തയും തള്ളയും പറയിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ചില മക്കൾ ഉണ്ടായി പോയി കഴിഞ്ഞാൽ പാവം അവരൊരു പക്ഷേ ചിലപ്പം പാവങ്ങളായിരിക്കും. ഒരിക്കലും ഈ വാർത്ത കാണുന്ന നിങ്ങൾ ആരും ഇവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒന്നും ആരും പറഞ്ഞേക്കരുത്. അത് റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഇവനെ മാത്രം പറയുക. കാരണം ഇവനെ ജനിപ്പിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഇവന്റെ മാതാപിതാക്കൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ നാറിയെ മാത്രമേ പറയാവുള്ളൂ. കാരണം ഇവൻ സംഘപരിവാറിന്റെ ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്ന ഒരു ചെറ്റയാണ്. അപ്പൊ ഇവൻ ഈ ഒരു വാർത്തയെ നാഷണൽ മീഡിയാസിൽ കൊടുക്കുന്നത് മാത്രമാണ് കൃത്യമായിട്ടുള്ള വാർത്തകൾ, അതിനകത്ത് മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ വന്നിട്ട് ഈ ഒരു വാർത്തയെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോക രാജ്യത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ തീവ്ര സംഘടന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് പറയും ഇസ്രയേൽ മൊസാദ് എന്ന് പറയുന്ന സംഘടനയാണെന്ന് പറയും. കാരണം സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ആ രാജ്യത്ത് നിന്ന് പോരാടുന്ന ഈ പറയപ്പെടുന്ന പോരാളികളെ തീവ്രവാദി എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യം നമ്മുടെ രാജ്യത്ത് വന്ന് 10-60 വർഷം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കൊന്നൊടുക്കുകയും ഈ നാട്ടിലെ സമ്പത്ത് മുഴുവൻ ഊറ്റിക്കൊണ്ടുപോയ ഈ നാറികൾക്കെതിരെയൊക്കെ ഒരു അക്ഷരം മിണ്ടാൻ ഇതുപോലുള്ള ഊളകൾക്കൊക്കെ സാധിക്കുമോ? ഇവനൊന്നും മിണ്ടത്തില്ല. ഇതാ നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടുനോക്കാം. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാഷണൽ മീഡിയാസില് ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട്, നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങള് ഈ ഒരു സമയം വരെയായിട്ട് ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വലിയ രീതിയിലൊരു വാർത്ത ഈ ഒരു സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ, പാലക്കാട് തൃത്താലയില് ഒരു പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമില് ആനപ്പുറത്ത് കയറിയിട്ടുള്ള ആളുകള് പൊക്കിപ്പിടിച്ചിട്ടുള്ള ഫോട്ടോകള് നിങ്ങൾ കണ്ടോ? യഹിയ സിൻവാർ, ഇസ്മായിൽ ഹനിയ, അതേപോലെ തന്നെ ഹസൻ നസറുള്ള, ഇത്തരം ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭീകരരുടെ ഫോട്ടോയാണ് ഒരു പള്ളി ഉറൂസിന്റെ പ്രോഗ്രാമില് ആനപ്പുറത്ത് കയറിയിട്ട് പൊക്കിപ്പിടിച്ചിട്ടുള്ളത്. എന്താണ് ഇതുകൊണ്ടൊക്കെ ആളുകൾ ഉദ്ദേശിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകളുടെ ഫോട്ടോക്കും ഓരോ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. ഹസൻ നസറുള്ളയുടെ ഫോട്ടോ വെച്ചിട്ട് തറവാടീസ് എന്ന് പറഞ്ഞ് തെക്കേ ഭാഗം എന്ന് കൂടി എഴുതിയിട്ടുണ്ട്. മറ്റൊരു ഫോട്ടോയാണ് ഇസ്മായിൽ ഹനിയയുടേതാണ്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മിന്നൽ പട എന്ന് എഴുതിയിട്ട് പവർ എന്ന് കൂടി എഴുതിയിട്ടുണ്ട്, തെക്കേ ഭാഗം. മറ്റൊരു ഫോട്ടോയാണ് തറവാടീസ് തെക്കേ ഭാഗം. ഇത്തരത്തില് നമ്മുടെ കേരളത്തില്, നമ്മുടെ നാട്ടില്, പാലക്കാട് തൃത്താലയില് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഭീകരരുടെ ഫോട്ടോ എന്തിനാണ് പള്ളി ഉറൂസിന്റെ ഭാഗമായിട്ട് പൊക്കിപ്പിടിച്ചിട്ടുള്ളത്?
എന്താണ് ഇത് പൊക്കിപ്പിടിച്ച ആളുകൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്? കേരളത്തിലെ സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഈ ഫെബ്രുവരി മാസത്തില് 5-ാം തീയതി നമ്മുടെ നാഷണൽ മീഡിയാസിൽ വലിയൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഹമാസുമായി ബന്ധപ്പെട്ട്. ഈ ഹമാസ് പാക് അധീന കശ്മീരില് ഒരു പ്രോഗ്രാം നടത്തി, പാക് പിന്തുണയോട് കൂടിയിട്ടുള്ള ഒരു സമ്മേളനം. ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് ജയ്ഷെ മുഹമ്മദ്, അതേപോലെ തന്നെ ലഷ്കർ-ഇ തൊയ്ബ, നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം വെല്ലുവിളി ഉയർത്തുന്ന, നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം നിലകൊള്ളുന്ന ഭീകരരുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ്, ഒരു കൂടിക്കാഴ്ച, ഒരു സമ്മേളനം പാകിസ്ഥാനില് ഹമാസ് നടത്തിയിരിക്കുന്നു. ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പേ തന്നെ ലഷ്കർ-ഇ തൊയ്ബയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ഖത്തറില്, ഇതിനും കുറച്ചു മുമ്പേ ഖാലിദ് അൽ മിസ്സലുമായിട്ട് നമ്മുടെ കേരളത്തിലെ മലപ്പുറത്ത് ഓൺലൈനിൽ പ്രസംഗിച്ചിട്ടുള്ള ഹമാസിന്റെ മുൻ മേധാവിയായിരുന്ന ഖാലിദ് മിസ്സലുമായിട്ട് ലഷ്കർ-ഇ തൊയ്ബയുടെ പ്രധാനപ്പെട്ട നേതാക്കള് ഹമാസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തി. ഗ്രൗണ്ടിൽ പോലും യഹിയ സിൻവാർ എന്ന ഭീകരന്റെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ചിരുന്നു. ഇത്തരത്തിൽ എന്തിനാണ് ഈ ഭീകരരുടെ ഫോട്ടോയൊക്കെ നമ്മുടെ നാട്ടിൽ ഉയർത്തിപ്പിടിക്കുന്നത്? ഇവർ നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ ഇസ്മായിൽ ഹനിയക്ക് ഒരു ഭീരു കൂടിയല്ലേ? ഒരു വിഷയം, ഇസ്രായേൽ ഹമാസ് വിഷയത്തില് ഒരു യുദ്ധത്തിലേക്ക് എത്തിയ സമയത്ത് ഇസ്മായിൽ ഹനിയ ഓടി ഒളിച്ച് ഖത്തറിലേക്ക് പോയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു, അത്തരത്തിലുള്ള ഒരു ഭീരു കൂടിയല്ലേ ഈ ഇസ്മായിൽ ഹനിയ? യഹിയ സിൻവാർ ആരാ? അതേപോലെ തന്നെ സ്വന്തം ജനതയെ മുൻനിർത്തിയിട്ട് ഒളിച്ചു നടന്ന് ഭീരുവിനെ പോലെ ലോകത്ത് ഒരു മനുഷ്യരും ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള ഒരു ഗതികെട്ട മരണത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഭീരുവാണ് ഈ യഹിയ സിൻവാർ. ഈ യഹിയ സിൻവാറും ഇസ്മായിൽ ഹനിയൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഗാസൻ ജനതയുടെ അവസ്ഥ എന്താ? ഈ ഹമാസിനാൽ ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് ഗാസൻ ജനത എത്തിയില്ലേ? ഇനി ഇവർ പൊക്കിപ്പിടിച്ചിട്ടുള്ള ഹസൻ നസ്രുള്ളയുടെ അവസ്ഥ എന്താ? ഹസൻ നസ്രുള്ള 10-30 വർഷക്കാലം ഒളിച്ചൊളിച്ച് നടന്നിട്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞത് കൊണ്ട് മാത്രം ഇസ്രായേൽ തീർത്തിട്ടുള്ള മറ്റൊരു ഭീകരവാദിയാണ് ഈ പറയുന്ന ഹസൻ നസ്രുള്ള. ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ മനുഷ്യത്വം പറയുമ്പോൾ ഒരു ഭാഗത്തെ ഭീകരരെ പൊക്കിപ്പിടിച്ചാൽ അത് അങ്ങേയറ്റത്തെ പച്ചവർഗീയതയാ. ഭീകരരുടെ ഫോട്ടോ നമ്മുടെ നാട്ടില് ജിഹാദ് അനുകൂലികൾ ഉയർത്തിയിരിക്കുന്നു. ഇവരുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ നാട്ടിലെ സമാധാനം തകർക്കുകയാണോ ഈ ഫോട്ടോ പൊക്കിപ്പിടിച്ചവരുടെ ലക്ഷ്യം? അപ്പോ ഇവരുടെ ലക്ഷ്യം എന്താണ്? അതായത് ഈ ഇസ്മായിൽ ഹനിയയെ പോലുള്ള അല്ലെങ്കിൽ പലസ്തീന്റെ പോരാളികളുടെ നേതാക്കന്മാരുടെ ഫോട്ടോ ഈ പറയുന്ന ഉറൂസിൽ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു പോകും. അതെങ്ങനെ നഷ്ടപ്പെട്ടു എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്നെപ്പോലുള്ള വർഗീയമായി ചിന്തിക്കുന്ന ചില ഊളകൾ, നിനക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുരുപൊട്ടും. കാരണം നീയൊക്കെ ഇതിലും വലിയ തീവ്ര സംഘടനയുടെ പ്രത്യയശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ തരുന്ന അപ്പിയും നുണഞ്ഞിട്ടാണ് ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ വെച്ച് പറയുന്നത്. ഇന്ത്യയുടെ ഒരു നാഷണൽ ഏജൻസിയിലും ഈ പറയുന്ന സംഘടനയോ സംഘടനയുടെ നേതാക്കന്മാരും ഭീകര പട്ടികയിൽപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പൊക്കിപ്പിടിച്ചത് ശുദ്ധ പോക്കൃത്തരമാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് എന്ന് നമ്മൾ പറയും. ഇനി അങ്ങനെ എന്തെങ്കിലും പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനം ഞാൻ തിരിച്ചെടുക്കാനും തയ്യാറാണ്. അപ്പം അത്തരത്തിൽ ഒരു സംഘടനയെ വേൾഡിൽ പോലും ഉൾപ്പെടുത്താത്ത തരത്തിലുള്ള ഇത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവർക്ക് വേണ്ടി ഇങ്ങനെ ചംചാരിച്ച് നടക്കുന്ന നിന്നെപ്പോലെ പരമനാറികൾ ഈ സമൂഹത്തിനും വലിയ വിപത്താണ്, വലിയ ദോഷമാണ് ഇവനെന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായി ഇതിനൊരു മറുപടി കൊടുക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം മസ്ജിദുകളിലോ പള്ളികളിലോ ഇതുപോലുള്ള ഉറൂസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ആനയെ എഴുന്നള്ളിക്കുക ഇതുപോലുള്ള പ്രവർത്തികളൊക്കെ സത്യത്തിൽ അത് ഒഴിവാക്കണം. അത് ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് എന്നിവിടെ പറയാതിരിക്കാൻ നിവർത്തിയില്ല. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ മറുപടി അയക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും